ആട് 3. അങ്ങനെ ഷാജി പാപ്പനും പിള്ളേരും തിരിച്ചു വന്നിരിക്കുകയാണ്. ആട് 1ഉം 2ൽ നിന്ന് വ്യത്യസ്തമായി ടൈം ട്രാവലൊക്കെ ആയിരുന്നു ആട് 3യിലുള്ളത്. സിനിമ എന്ന് പറയുന്നത് 2 ടൈം ലൈനിലാണ് കഥ നടക്കുന്നത്. ഒന്ന് ഇപ്പോഴത്തെ ഒരു ടൈം ലൈനും പിന്നെ പണ്ട് രാജഭരണ കാലത്തെ ഒരു ടൈം ലൈനും. ആ സമയത്ത് ജയസൂര്യയും വിനായകനൊക്കെ വരുന്നൊരു ടൈം ലൈനിൽ വളരെ നല്ല രീതിയിൽ സ്റ്റോറി ചെയ്തിട്ടുണ്ട്. പിന്നെ എല്ലാവരും പറയുന്ന പോലെ ചെറിയൊരു ലാഗ് ഫസ്റ്റ് ഹാഫിനുണ്ട് എന്നുള്ള സത്യമാണ്. എനിക്കും ആ ലാഗ് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. പക്ഷേ എന്നാൽ ഭയങ്കരമായിട്ട് ബോറടിക്കുന്ന ഒരു ടൈപ്പ് ഒരു ലാഗല്ല. കുറച്ച് ലാഗ് ഉണ്ടെങ്കിലും എൻ്റർടൈനിങ് ആയിട്ട് കണ്ടുകൊണ്ടിരിക്കാം. സെക്കൻഡ് ഹാഫ് വരുന്നത് കിടിലനാണ്. ഒരു സെക്കൻഡ് ഹാഫ് തുടക്കം മുതൽ അവസാനം വരെ ഒരു ഫയറായിട്ടാണ് പോകുന്നത്. അതുപോലെ സെക്കൻഡ് പാർട്ട് 2 പാർട്ടായിട്ടാണ് ആട് 3 വരുന്നത്. അതിൻ്റെ ഫസ്റ്റ് പാർട്ടാണ് ഇപ്പോൾ കഴിഞ്ഞിട്ടുള്ളത്. അങ്ങനെ സെക്കൻഡ് പാർട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടി കണക്ട് ചെയ്ത ആ ടൈം ലൈനും കാര്യങ്ങളൊക്കെ ഇത് മിക്സ് ചെയ്യുന്നതൊക്കെയാണ്. സെക്കൻഡ് ഹാഫ് എന്ന് പറയുന്നത് കുറച്ചുകൂടി അടിപൊളി, ഭയങ്കര പേസിലാണ് പോകുന്നത്. മൊത്തത്തിൽ ആട് 3 അടിപൊളി പടമാണ്. നിങ്ങൾ ആട് 1ഉം 2ഉം ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ ഉറപ്പായിട്ടും തിയേറ്ററിൽ തന്നെ കാണുന്നൊരു പടമാണ് ആട് 3.